Praise the Lord. Hallelujah. Stotram Appa. Glory to God, Jesus. Thank you, Holy Spirit. Hallelujah. Hallelujah. Devathana Stotram. Devathana Stotram. കർത്താവെ അങ്ങയ്ക്ക് മഹത്വമപ്പ, അങ്ങയ്ക്ക് മഹത്വമപ്പ. യേശുവിൻ്റെ രക്തത്താളിച്ചയും യേശുവിൻ്റെ രക്തത്താളിച്ചയും. Praise to Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനമായി നിൽപ്പാൻ കർത്താവ് വീണ്ടും ഒരു നല്ല അവസരം ഒരുക്കി തന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എനിക്ക് പിന്നെയും ഇങ്ങനെ ഒരു അവസരം കൂടെ ഒരുക്കി തന്ന പ്രിയ സാജിബ്രദനോട് കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. ചില ആഴ്ചകളായിട്ട് എനിക്ക് തോന്നുന്നു മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ ചെയ്യുന്ന ഈ കാലാവസ്ഥയുടെ പലവിധമാകുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നു. മഴയും മറ്റുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അരമണിക്കൂറിന് മുൻപൂടെ നല്ല മഴയായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു കർത്താവ് ഇന്നും മെസ്സേജ് ചെയ്യാൻ കഴിയത്തില്ലെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുകയായിരുന്നെങ്കിലും പ്രകൃതി അല്പം ഒന്ന് മാറി നിൽക്കുന്ന പോലെ തോന്നുന്നു. ദൈവമക്കളെ, പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരിക്കുക. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു പഴയ ഒരു ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ തിരുവചനവുമായി നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ ഇന്ന് നിങ്ങളോട് ഒരല്പം നിമിഷമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ രക്തം വിലയേറിയതാണ് എന്ന ഒരു ചെറിയൊരു ടോപ്പിക്കിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. പ്രിയരെ, പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോൾ പഴയ പാട്ട് പാടുമ്പോൾ തന്നെ വരുന്നവരൊക്കെ വരട്ടെ. കർത്താവിലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാൽവരി രക്തമേ, യേശുവിൻ രക്തമേ, കാൽവരി രക്തമേ, യേശുവിൻ രക്തമേ, കാൽവരിയിൽ യേശുദാൻ സ്വന്ത രക്തം ചിന്തിനി പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ, പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ, രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ, കാൽവറി മലമുകൾ കൈകാലുകൾ വിരിച്ചവൻ, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം, എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം. ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും, ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം, വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ
അനുദിനാവം പാടി വാഴ്ത്തുക. പ്രൈസ് ലോർഡ്. ദൈവമക്കളെല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണിലടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു. ഞങ്ങളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചവരിൽ പലരും മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനേകർ തീരാ രോഗികളായി ഹോസ്പിറ്റലും മറ്റുമൊക്കെയായി അഭയം പ്രാപിച്ചിരുന്ന സന്ദർഭത്തിലും കർത്താവിന്റെ രക്തം ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചതിനാൽ ഇന്ന് ഈ വൈകിയ വേളയിലും കർത്താവെ സന്തോഷത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കാം. ഇന്ന് ഈ വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ടെ വചനം സംസാരിക്കുവാൻ അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്നത്തെ വചനത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചു തരുമാറാകണമേ. നിരാശയോടെ, ദുഃഖത്തോടെ, വേദനയോടെ, ഭാരത്തോടുകൂടെ ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ യേശുവിന്റെ രക്തം അവരെ സൗഖ്യമാക്കണം. യേശുവിന്റെ രക്തം അവർക്ക് സമാധാനം നൽകണം. കർത്താവേ, ഇന്നൊരു മിറക്കിളായി മാറട്ടെ, ഒരത്ഭുതമായി മാറട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറച്ചാട്ടെ. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ ശബ്ദം നിങ്ങൾക്ക് ക്ലിയറായി കേൾക്കാൻ കഴിയുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് വളരെ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ, അങ്ങേക്ക് സ്തോത്രം അപ്പാ. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. താങ്ക് യു ലോർഡ്. കേൾക്കാമല്ലോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ശബ്ദം ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് വളരെ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ രക്തത്താൽച്ഛയം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് കേൾക്കാമോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരുടെയും റിപ്ലൈ കിട്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഓക്കെ ആണല്ലേ അല്ലേ? ഓക്കെ ആണെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കാം. ആരുടെയും ഓക്കെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ്ട് 2-3 ആഴ്ചയായി നിങ്ങളെ ഞാൻ കബളിപ്പിച്ചു പോയോ എന്ന് എനിക്കങ്ങ് തോന്നിപ്പോവാ. കാരണം ഓരോരോ ലൈവിന്റെ സമയത്തും എന്നും മഴയായിരുന്നു. അപ്പോൾ ഈ ആഴ്ചയിൽ ഇതേ ഒരു അരമണിക്കൂറിന് മുമ്പോട് മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു, കർത്താവ് ഇന്നും പറ്റത്തില്ല, ഇന്നും എങ്ങനെയാ ഇല്ലില്ലെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്തായാലും ഇപ്പോൾ അല്പം മഴയൊന്ന് മാറി നിൽക്കുകയാണ്. കേരളം പോലെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു തമിഴ്നാടും. സോ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് കർത്താവ് എല്ലാവരോടും വചനത്തിലൂടെ തന്നെ സംസാരിക്കട്ടെ എന്ന് നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പ്രാരംഭമായിട്ട് ഞാൻ പറഞ്ഞു, യേശുവിന്റെ രക്തം വിലയേറിയ രക്തമാണ്. ഹല്ലേലൂയ. അത്ര പേർക്ക് യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, കർത്താവിനെ അറിയാൻ നമ്മൾ സ്തുതിച്ചു പോകുന്നില്ലേ? ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കഴിയുന്നില്ലേ? യേശുവിന്റെ രക്തം വിലയേറിയത് തന്നെയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നേക്ക് അനേകർക്കും യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും തിരിച്ചറിയാത്തവരുണ്ട്. ഞാൻ കുറ്റം പറയാൻ തുടങ്ങുമല്ല, ആരംഭത്തിൽ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. അനേക സഭകളിൽ ഇന്നേക്കും യേശുവിന്റെ രക്തത്തെ കുറിച്ച് സംസാരിക്കാറില്ല. യേശുവിന്റെ വരവിനെ കുറിച്ച് സംസാരിക്കാറില്ല. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കാറില്ല. പിന്നെ അവരെന്താ സംസാരിക്കുന്നത്? എപ്പോൾ നോക്കിയാലും ഏത് സമയത്തും ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവർക്ക് ബ്ലെസ്സിങ്സ് മാത്രം മതി. അവർക്ക് അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് യേശുവിന്റെ രക്തത്തിന്റെ വില എന്താണെന്ന് അവർ പറഞ്ഞു കൊടുക്കാറില്ല. സഭകളിലുള്ള ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ എന്തെങ്കിലും ചെറിയ വിഷയം കിട്ടിയാൽ മതി, പെട്ടെന്ന് ഞാൻ അറിയാതെ തന്നെ യേശുവിന്റെ രക്തം ഞാൻ പറയാറുണ്ട്. അങ്ങനെ എത്ര പേർ നിങ്ങൾ പറയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ രക്തം ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പ്രിയരെ, എവിടുന്നായി ഈ സമാധാനം വരുന്നത്? എവിടുന്നായി അത്ഭുതം നമ്മളിലേക്ക് വരുന്നെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതിന്റെ ആഴം അത്ര വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാലും ഡോക്ടർമാർ പറയും എ നെഗറ്റീവ് കൊണ്ടാ, ബി നെഗറ്റീവ് കൊണ്ടാ എന്നൊക്കെ പറയും. പക്ഷേ ആ
ആ ബ്ലഡ് ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ് ആയിട്ട് അവരങ്ങ് ഇടുക അല്ല ചെയ്യുന്നത്. അവർ കൊണ്ടുവരുന്ന ബ്ലഡ് നമ്മളുടെ ബ്ലഡുമായിട്ട് അവരത് ക്രോസ് മാച്ച് ചെയ്യും. അതിനുശേഷം ക്രോസ് മാച്ച് ചെയ്തതിനു ശേഷം ആ ബ്ലഡിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, വെള്ളമടിക്കുക, അതായത് എന്താ പറയാ, ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന വ്യക്തിയാണോ, ജോണ്ടിസ് ഉള്ള വ്യക്തിയാണോ, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് കുഴപ്പങ്ങൾ ഒന്നുമില്ല എന്ന് തോന്നിയാൽ മാത്രമേ ആ ബ്ലഡ് ഉപയോഗിക്കത്തുള്ളൂ. എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ രക്തം സകല ജാതി മതസ്ഥർക്കും, പ്രിയ ദൈവമക്കളെ, ക്രോസ് മാച്ച് ഇല്ലാതെ തന്നെ ഹല്ലേലൂയ ആ രക്തം എല്ലാവർക്കും പൊരുത്തും. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും, എല്ലാ മനുഷ്യർക്കും യേശുവിന്റെ രക്തം സ്യൂട്ടം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഞാൻ അല്പം നിമിഷമായി ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ, നമ്മുടെ മധ്യത്തിലേക്ക് ഞാൻ ചിന്തയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു വേദഭാഗം യെശയ്യാ പ്രവചനം 53-5 വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെ ധ്യാനിക്കാം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പ്രാരംഭത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. രോഗത്താൽ ബാധിക്കപ്പെട്ടവർ, ഡോക്ടർമാർ കൈവിട്ട സ്ഥാനത്ത് ഇനി എനിക്ക് ഈ രോഗത്തിന് വിടുതലില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വചനത്തിന് മുൻപിലായിരിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരനെ, സഹോദരിയെ, യേശുവിന്റെ രക്തം സകല രോഗത്തെയും സൗഖ്യമാക്കുന്നതാണ്. വിശ്വാസത്തോടുകൂടെ ഈ വചനത്തിന് മുൻപിൽ നിങ്ങൾ താണിരുന്നു കൊണ്ട് യേശുവിന്റെ രക്തം, ഹല്ലേലൂയ, എനിക്കത് വേണം, യേശുവിന്റെ രക്തം സൗഖ്യമുള്ളതാണ്, യേശുവിന്റെ രക്തം അത് എന്നെയും എന്റെ കുടുംബത്തെയും അത് സൗഖ്യമാക്കുന്നതാണെന്ന് വിശ്വാസത്തോടുകൂടെ ഒന്ന് ഏറ്റെടുത്ത് നിങ്ങൾ ദൈവസന്നിധി വചനത്തെ ഏറ്റെടുത്താൽ നിശ്ചയമായും നിങ്ങൾക്ക് വിടുതലുണ്ടാകും, നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. പ്രിയ ദൈവമക്കളെ, ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്നതായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. അതായത് ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നത് താൻ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ യേശുവിന്റെ മേൽ ആയി, യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. പലർക്കും സന്തോഷം ഇല്ലാതെയായിരിക്കുന്നു, പലരിലും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം അറിഞ്ഞുകൊള്ളണം, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ക്രൂശിൽ നൽകി കഴിഞ്ഞിരിക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്നാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഏത് വിഷയത്തിൽ നീ ഭാരപ്പെടുന്നുവോ അതിന്റെ നടുവിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നേ, എന്റെ കർത്താവിന് കഴിയുമെന്നേ, എന്റെ യേശുവിന്റെ രക്തത്തിന് അത്ഭുതത്തെ ചെയ്യുവാൻ കഴിയും. ഒന്ന് വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നീ രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയായി ദേശത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ഇരുന്ന നീ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. അയ്യോ, ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല, ഈ രോഗം എന്നെ വിട്ടു മാറുകയില്ല, ഞാൻ മരിച്ചു പോകും, ഇനി ഞാൻ നടക്കുകയില്ല, ഇനി എനിക്ക് നടക്കാൻ കഴിയത്തില്ല, ഒരു സ്റ്റെപ്പ് കൂടെ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമായി എന്റെ മുൻപിലുള്ളതെന്ന് ഓർത്ത് നീ ചിന്തിച്ച് ഭാരപ്പെടുകയാണോ? സഹോദരി, യേശുവിന്റെ രക്തം സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന് കഴിയുമെന്നേ, എന്റെ കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല, എന്റെ ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ ഇല്ല. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം വരും എന്നല്ല, പിന്നെയോ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, പ്രൈസ് ദി ലോർഡ്, സകല രോഗത്തെയും സൗഖ്യമാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് മുൻപിലായിരിക്കുന്ന കുഞ്ഞെ, നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടത് എവിടെയാ? ഒരു പക്ഷേ രോഗത്താൽ, രോഗം ആഞ്ഞടിച്ചതിന്റെ പേരിലാണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടത് എവിടെയാ? എന്ന് മുതലാ ഹല്ലേലൂയ ഈ കഷ്ടത ആരംഭിച്ചത്? പ്രൈസ് ദി ലോർഡ്. പലരോടും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, സമ്പാദിക്കുന്ന മുഴുവൻ
മുഴുവൻ ആശുപത്രിയിൽ കൊണ്ട് ചെലവഴിക്കുക. ഹല്ലേലൂയ. ഒരു 10 പൈസ പോലും മിച്ചമെടുക്കുവാൻ കഴിയുന്നില്ല. ഡോക്ടർമാർ അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറയും ഒന്നുമില്ല, ഒരു രോഗവുമില്ല, ഒന്നുമില്ല. പക്ഷേ അവർ സമ്പാദിക്കുന്ന മുഴുവൻ ഹോസ്പിറ്റലിന്റെ പേരിൽ പോയിക്കൊണ്ടിരിക്കുക. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വചനത്തെ ഏറ്റെടുത്താട്ടെ. എന്റെ യേശുവിന്റെ രക്തം സകല രോഗത്തെയും സൗഖ്യമാക്കുന്നതെന്ന് വചനം പറയുന്നുവെങ്കിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആദാം ഹവ്വ രണ്ടുപേരും, അതായത് രണ്ടുപേർക്കും സർവാധികാരത്തോടു കൂടിയാണ് കർത്താവ് ആ ഏദനിലേക്ക് അവരെ പറഞ്ഞയച്ചത്. എന്നാൽ ദൈവത്തിന്റെ തേജസ് ധരിപ്പിച്ച് അവരെ തോട്ടത്തിനകത്താക്കി. ഏദൻ പൂങ്കാവനത്തിൽ യാതൊരുവിധ കുറവുകളും അവർക്കുണ്ടായിരുന്നില്ല. പ്രിയരെ, അവരുടെ ശരീരം ദൈവിക തേജസ്സിനാൽ നിയമിക്കപ്പെട്ടിരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവർക്കിടയിൽ ഒരു അസമാധാനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ രോഗത്തിന് സ്ഥാനമില്ലായിരുന്നു. പ്രിയരെ, ആദാമിനും ഹവ്വയ്ക്കും ഒന്നും ഒരു രോഗം ബാധിച്ചിരുന്നില്ല. കഷ്ടത അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ആകമൊത്തത്തിൽ എല്ലാം അതല്ലെങ്കിൽ ടോട്ടലി പെർഫെക്റ്റ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏദൻ തോട്ടത്തിനുള്ളിൽ പാപം കടന്നുകൂടി. ഹല്ലേലൂയ. പാപം കടന്നുകൂടി. ദൈവത്തിൽ നിന്നും, അതായത് ലഭിച്ചിരുന്ന സകല മഹിമകളും അവർക്ക് നഷ്ടമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, മനുഷ്യൻ ലോകത്തിന്റെ വാക്കുകൾ വിശ്വസിക്കും. എന്നാൽ കർത്താവിന്റെ ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ അല്പം ലേറ്റാകും. എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പ്രസംഗമോ പാട്ടോ ഒരു പ്രവചനമോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഇങ്ങനെ മനസ്സ് പൊട്ടി ഇങ്ങനെ കുഴപ്പിക്കൊണ്ടേയിരിക്കും. തലമണ്ട ഇങ്ങനെ ചിന്തിച്ചോണ്ടേയിരിക്കും. അത് നടക്കുമോ? നടക്കത്തില്ലയോ? അവർ പറഞ്ഞ പ്രവചനം എനിക്ക് അങ്ങനെ ഫലിക്കുമോ? എന്റെ പൊന്നെ, എന്തൊരു അവർ ആഹാരം കഴിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള ചിന്താഗതികളുമായിട്ടാണ് അവർ നടക്കുന്നത്. എന്നാൽ നോക്കണം ദൈവങ്ങളെ, മനുഷ്യൻ ഇങ്ങനെയാണ്. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുവാൻ, ദൈവത്തിന്റെ വാക്ക് പാലിക്കുവാൻ വളരെ ഡിലേ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാം ഹവ്വ പുറത്താക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ ജീവിതം പരാജയമായി എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. വചനം പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലേ, നമ്മുടെ അവസ്ഥകളെ അറിയുന്നവനാ നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ ആ ഇടിപ്പ് കർത്താവിന് അറിയാം. പ്രിയരെ, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് ദൈവത്തിന് അറിയാം. നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ച് നല്ല ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപം ചെയ്യുവാൻ സന്ദർഭം കിട്ടി. ഞാൻ ഒരു കാര്യം പറയും. ഇത് പറയുമ്പോൾ എന്റെ ജൂനിയർ സിസ്റ്റർ ഇപ്പൊ ഇതിൽ ഓൺലൈനിലുണ്ട്, പക്ഷെ തമിഴാണ്. പുള്ളിക്കാരത്തി നമ്മുടെ എല്ലാ മെസ്സേജിനും ആമേനിടുക പതിവാണ്. നമ്മുടെ സഹോദരങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും, പക്ഷെ നിങ്ങൾ വിചാരിക്കും ആ സഹോദരി മലയാളിയാന്നില്ല, തമിഴാണ്. പക്ഷെ പുള്ളിക്കാരത്തി മലയാളം കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. 5 മണിക്കത്തെ നമ്മുടെ റോസ് ഫാമിലിയുടെ എല്ലാ മെസ്സേജിനും കയറി ഇപ്പൊ പുള്ളിക്കാരത്തി ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ ആമേൻ ഇട്ട് വന്നപ്പോ നമ്മുടെ കഴിഞ്ഞ ഒരു ദിവസം മിനിഞ്ഞാന്ന് എന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നമ്മുടെ ഒരു സഹോദരൻ, റോസ് ഫാമിലി അംഗം, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ, എന്റെ പൊന്നെ ഒരു മെസ്സേജ് അയച്ച് ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. സത്യം പറയട്ടെ, ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ആ മെസ്സേജ് കണ്ടപ്പോ എന്റെ മുടി മുതൽ എന്റെ നഖം വരെ എനിക്ക് കലിച്ച് എനിക്ക് ദേഷ്യം കയറിയിട്ട് ഞാൻ സത്യം പറഞ്ഞ അത് വാങ്ങിച്ചിട്ട്, അവൾക്ക് മലയാളം അറിയത്തില്ല, അവൾക്ക് തമിഴാണ്, അവൾക്ക് അവളും തമിഴാണ്, അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ. ഞാൻ ആ മെസ്സേജ് വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്ത്, നിനക്ക് എന്താടാ കുഴപ്പം ഞാൻ ചോദിച്ചതാ, നിനക്ക് എന്തിന്റെ പ്രശ്നമാടാന്ന് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാനാണ് മെസ്സേജ് ഇട്ടെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ ഹൃദയത്തിന് ഉള്ളത്തിനാഴം അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ സഹോദരനെ സഹോദരിയെ, നമ്മുടെ സംസാരത്തിലാകട്ടെ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിലാകട്ടെ, ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്തി വേണം നമ്മൾ മുമ്പോട്ട് പോകുവാൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഹല്ലേലൂയ, ദൈവം നമ്മളെ നോക്കി ഒരു കുറവ് കണ്ട് ചിരിക്കാനിടയാകരുത്. എന്റെ കുഞ്ഞെ, നീ ഇങ്ങനെയുള്ള ഒരാളാന്ന് പറയാൻ ഇടയാക്കരുത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ആഴം കർത്താവ് അറിയും. നമ്മൾ ഏത് തരത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ
എങ്ങനെയാ മറ്റുള്ളവരോട് ഇടപെടുന്നത്, നമ്മുടെ സംസാര രീതികളൊക്കെ കർത്താവ് നമ്മളെ ശ്രദ്ധിക്കുന്നേ. വേഷമിട്ടിട്ട് കാര്യമില്ല എന്നാ പറഞ്ഞതിനർത്ഥം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കുഞ്ഞെ പ്രാർത്ഥിക്കണം കേട്ടോ. പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കണം. സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ പറയണം. അതിന് ഒരു എക്സ്ക്യൂസും ഉണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ. മറ്റ് എക്സ്ക്യൂസുകളൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവിന് വേണ്ടി സമയത്തെ ഒന്ന് വേർതിരിച്ച് നോക്ക്. നമ്മുടെ വിഷയങ്ങളിൽ മാറി ടോട്ടലി നമ്മൾ ആശീർവദിക്കപ്പെടും, നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നേ. ഹല്ലേലൂയ. എനിക്ക് അനേകരും അങ്ങനെയൊക്കെയാ അവരവരുടേതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുന്നത് കാണുവാൻ കഴിയും. പ്രാർത്ഥിക്കാൻ അവർക്ക് സമയമില്ല. കുഞ്ഞേ, ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. ഇത്ര വലിയ രക്ഷയെ നീ ഗണ്യമാക്കാൻ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുന്ന വചനം പറയുന്നു. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ, നമ്മുടെ അവസ്ഥകളെ പോട്ടെ, നമുക്ക് ഇവിടുന്ന് അങ്ങ് പോയി സമുദ്രത്തിന് അടിത്തട്ടിലെങ്ങാനും പോയി ഒരു വീട് വെച്ച് അങ്ങ് താമസിക്കാം. അവിടെ ആരും അറിയുന്നില്ലല്ലോ എന്ന്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയാലും അവിടെയും ദൈവം ഹല്ലേലൂയ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആകെ പ്രിയമുള്ള ദൈവ പൈതലെ, ഹല്ലേലൂയ, ഇവിടെ ആദം ഹവ്വ അവർക്ക് സംഭവിച്ചത് എന്താ? അവർ പാപം ചെയ്തു, അനുസരണക്കേടുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ സാത്താൻ പറഞ്ഞത് അപ്പാടെ അങ്ങ് അനുസരിച്ചു. ഇന്നേക്ക് അനേകരും അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നേക്ക് അനേകരും അങ്ങനെയാ. എവിടെയെങ്കിലും ഒരു പ്രവചനം കേട്ട് കഴിഞ്ഞാൽ പോകും, അത് സത്യമാണോ, എന്താണ് ഇത്, പൈശാചികമാണോ എന്ന് ചിന്തിക്കാതെ ഹല്ലേലൂയ അവിടെ പോയി നീന്തുകളെ. അങ്ങനെ പോകരുത് എന്റെ പ്രിയ സഹോദരങ്ങളെ. കർത്താവിന്റെ തിരുവചന സത്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, തിരുവചനം എന്താ പറയുന്നത്, ഉടനെ അത് ചോദിക്ക്, കർത്താവിനോട് ചോദിക്ക്, വചനം വായിക്ക്. ഹല്ലേലൂയ. കർത്താവ് നിനക്ക് പറഞ്ഞു തരുമെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിന്റെ വാക്കിന് നമ്മൾ എന്ത് ചെയ്യണം? വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനത്തിന് വില കൊടുക്കണം. അങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ്, ഏതാണ് സത്യം എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം അവർക്ക് സർവ്വാധികാരവും ദൈവം കൊടുത്തിരുന്നു. എല്ലാം അവർക്ക് നഷ്ടമായി. സകല മഹിമകളും ദൈവം കൊടുത്തിരുന്നു, എല്ലാം അവർക്ക് നഷ്ടമായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഡോക്ടർമാർ പറയും ഒരു വ്യക്തിയിൽ രോഗം ബാധിക്കുന്നത് പ്രതിരോധ ശേഷി കുറയുമ്പോഴാണെന്ന് ഡോക്ടർമാർ പറയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനം വ്യക്തമാക്കുന്നത് മനുഷ്യനിൽ പാപം കടന്നു വന്നു രോഗത്തിന്, മരണത്തിന് നിന്നെ കീഴ്പ്പെടുത്തുവാനുള്ള സാധ്യത ഉളവായി എന്ന് വചനം വ്യക്തമാക്കുന്നു. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? കുഞ്ഞേ, ഇതിന് കാരണം എന്താ? പാപം കടന്നുകൂടിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. പാപം കടന്നുകൂടിയത് കൊണ്ടാണ്. ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വയോട് ദൈവം സംസാരിക്കുമായിരുന്നു, അല്ലെ? എത്ര നല്ല സന്ദർഭങ്ങളെയാ അവർ മിസ് ചെയ്തത്. കർത്താവ് വെയിലാറുമ്പോഴൊക്കെ അവരോട് സംസാരിക്കാനായിട്ട് ഇറങ്ങി വരുമായിരുന്നു. പക്ഷേ ആ സ്നേഹത്തിന് വിള്ളൽ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹത്തിന് വിള്ളൽ സംഭവിച്ചു. മനുഷ്യനും ദൈവമായുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ അല്പം വിള്ളൽ സംഭവിച്ചിരുന്നത് നിരപ്പാക്കുവാൻ വേണ്ടിയാ പ്രിയരെ ദൈവം ലോകത്തിലേക്ക് വന്നത്. മനുഷ്യനായി വേഷം ധരിച്ച് ഹല്ലേലൂയ ദൈവം ലോകത്തിലേക്ക് വന്നത്. അവിടെ അവസാന തുള്ളി രക്തം വരെയും മാനവ ജാതിക്ക് വേണ്ടി ഊറ്റിത്തന്ന കർത്താവിനെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്തിനു വേണ്ടിയാ ഊറ്റിത്തന്നത്? നമ്മളെ നിന്നെയും എന്നെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. മാനവ ജാതിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയാ കർത്താവ് അത്രയും വലിയൊരു ത്യാഗം ചെയ്തത് എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന
കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ കാൽവറി മരണത്തിലൂടെ കർത്താവ് അത് ഏറ്റുവാങ്ങി. പ്രൈസ് ദി ലോർഡ്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആകയാൽ ദൈവ പൈതലെ, രോഗത്തിനകത്ത്, പ്രതിസന്ധികൾക്കകത്ത്, അസമാധാനത്തിനകത്ത് പുറത്തു വരുവാൻ കഴിയാതെ ഭാരപ്പെടുകയാണ് കുഞ്ഞേ, ഹാലലൂയ, വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞാട്ടെ, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഹാലലൂയ. ആർക്കെല്ലാം ഇന്ന് ഹാലലൂയ സൗഖ്യം വേണമോ? ഹാലലൂയ. നീണ്ട നാളായി ആരോട് പറയുവാൻ കഴിയാത്ത രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയായി ഈ വചനത്തിന് മുൻപിൽ താണിരിക്കുന്നു എങ്കിൽ കുഞ്ഞേ, ഹാലലൂയ, രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങുവാൻ കിടന്നാൽ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടക്കുന്ന ഒരവസ്ഥയിലൂടെ അല്ലേ സമയങ്ങളെ ചെലവഴിക്കുന്നത്? എന്നാൽ ഇന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വ്യക്തമാക്കുവാനുള്ളത് അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? യേശു കർത്താവിന്റെ കാൽവറി മരണത്തിലൂടെ പ്രിയരേ, ഹല്ലേലൂയ, നാം സ്വതന്ത്രരായി. ഹല്ലേലൂയ. നമ്മുടെ കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്ന് നാം സ്വതന്ത്രരായി. പാപാന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുതലയാക്കി നാം സ്വതന്ത്രരായി. ഹല്ലേലൂയ. അത് നമ്മുടെ അധികാര പരിധിയിൽ ഉള്ളതാണ് എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രിയരെ, നമുക്കറിയാം, ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണത്തിന് പറയാം. ഒരു വ്യക്തി എഴുതി വെച്ച ബിൽപത്രം, നമുക്കെല്ലാവർക്കും ബിൽപത്രം അറിയാം. ആ വ്യക്തി മരിച്ചതിന് ശേഷമേ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അത് പ്രയോജനപ്പെടണമെങ്കിൽ ആ വ്യക്തി അത് മരിച്ചതിന് ശേഷമേ ആ വ്യക്തി അത് ആ ബിൽപത്രത്തിന്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതേ സമയത്ത് ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ എഴുതി വെക്കുന്ന ബിൽപത്രം ഒന്നും അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് പ്രയോജനപ്പെടുകയില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവ പൈതലെ, ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ആ ബിൽപത്രത്തിന് വിലയില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ യേശു കർത്താവിന്റെ കാൽവറി മരണത്തിലൂടെ മാനവ ജാതിക്കുള്ള ഹല്ലേലൂയ ഒരു ബിൽപത്രം ഉളവാകുകയായിരുന്നു എന്നത് നാം അറിഞ്ഞുകൊള്ളണം. നാം അത് പ്രാപിച്ചെടുക്കണം. ദൈവമക്കളെ, നമുക്കൊരു അവകാശം ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നൽകിയിരിക്കുന്ന ആ വിലയേറിയ അവകാശത്തെ എത്ര പേർക്ക് ഇന്ന് ഹല്ലേലൂയ പ്രാർത്ഥനയോടെ അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയും? കുഞ്ഞേ, ഹല്ലേലൂയ, അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുവാൻ നിനക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആ ഒരു അവകാശത്തെ നിന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തുവാൻ പിശാചാണവൻ പല തന്ത്രങ്ങളെയാ ഈ നാളുകളായി മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നീ അറിയാത്ത വിഷയങ്ങളിലാ നീ പോയി ചെന്ന് നിൽക്കുന്നത്. നീ അറിയാത്ത അപമാനങ്ങളും നിന്ദകളുമാ നീ സഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ ഭാരപ്പെടേണ്ട കുഞ്ഞേ, ഹല്ലേലൂയ, കർത്താവ് നിനക്ക് ഒരു വിലയേറിയ അവകാശം, അഥവാ ഒരു വലിയ വിൽപത്രം നിനക്ക് വേണ്ടി കർത്താവ് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നീ നാളുകളായി പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാ പ്രാപിച്ചെടുക്കുന്നത്? ഹല്ലേലൂയ. മുൻപൊക്കെ 4:30 മണിക്കും 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. മുട്ടിമേലിരുന്ന് നിലവിളിക്കുമായിരുന്നു. കണ്ണുനീരോട് പ്രാർത്ഥിച്ച ഒരു സന്ദർഭമുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നേരം വെളുത്താ പോലെ എഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ പിശാചാണവൻ നിന്നെ കെട്ടി വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ നീ അവകാശം നേടിയെടുക്കും? പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിന് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി നിലവിളിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ജീവിതമേ നിന്നെ തകർക്കുവാൻ ഒരു പിശാചിന്റെ പ്രവൃത്തിക്ക് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരേ, യേശു കർത്താവിന്റെ കാൽവറി മരണത്തിലൂടെ മാനവ ജാതിക്കുള്ള അവകാശം, അഥവാ വിൽപത്രത്തെ കർത്താവ് അതേ ഉളവാക്കി തന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആകയാൽ നമുക്ക് ജയം കർത്താവ് നൽകിയിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്കൊരു വലിയ ജയം നൽകിയിരിക്കുക. പ്രതികൂലത്തിന്റെ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ
ഒരു പ്രമാണം ഹല്ലേലൂയ നമ്മുടെ കയ്യിൽ ആമേൻ പ്രിയ ദൈവങ്ങളെ ഉള്ളിടത്തോളം ഹല്ലേലൂയ രേഖ നമുക്ക് അനുകൂലമായി എഴുതി വെച്ചിരിക്കുകയാണ്. നാം ഒന്നുകൊണ്ടും അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് ആക്സിഡന്റ് ആയിരുന്നപ്പോ എന്റെ സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്ക് എല്ലാവരും അറിയാലോ ആക്സിഡന്റ് ആയ വിഷയം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ആക്സിഡന്റ് ആയി കഴിഞ്ഞപ്പോ അത് കണ്ടിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചില സിസ്റ്റർമാരവിടെ പറഞ്ഞതായിട്ട് ഞാൻ പിന്നീട് അറിഞ്ഞത് എങ്ങനെയാണെന്നറിയാം. 6 മാസത്തേക്ക് എഴുന്നേക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞത്? 6 മാസത്തേക്ക് എഴുന്നേക്കത്തില്ല എന്ന്. പ്രിയ ദൈവ പൈതലേ, ഞാൻ പ്രാർത്ഥിച്ചു, നല്ലതുപോലെ പ്രാർത്ഥിച്ച ഭവനത്തിൽ എനിക്ക് അനേക ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഞാൻ അറിയാത്തവരെന്നെ വിളിച്ചു എന്റെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. നമ്മുടെ ചാച്ചിമ സിസ്റ്റർ ഒക്കെ ഓൺലൈനിലുണ്ട്. എന്റെ വിലപ്പെട്ട സിസ്റ്റർ എനിക്ക് വേണ്ടി വീട്ടിൽ വന്ന് അവർ സഹോദരങ്ങൾ 2 പേരും വന്ന് പ്രാർത്ഥിച്ചു, മടങ്ങിപ്പോയി. അനേകർ എന്റെ ഭവനത്തിൽ വന്ന് എന്നെ കാണുവാൻ, അനേകരുടെ കണ്ണുനീരാണ്. 6 മാസം കഴിയാതെ ഈ സിസ്റ്റർ കാല് പൊക്കി നിലത്ത് വെക്കത്തില്ല, അല്ലെങ്കിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചെക്കപ്പ്, 2 ആഴ്ച ചെക്കപ്പ് കഴിഞ്ഞു. 3-ാമത്തെ ആഴ്ച കഴിഞ്ഞ് ഞാൻ തന്നെ ഡോക്ടറോട് ചോദിച്ചു, ഞാൻ എപ്പോഴാ സാർ ഞാൻ ഡ്യൂട്ടിക്ക് വരേണ്ടിയത്? അപ്പോൾ ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, എപ്പോ വേണമെങ്കിലും വരാമല്ലോ എന്ന് പറഞ്ഞാൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നൈറ്റ് ഡ്യൂട്ടി മാത്രം ചെയ്തുകൊണ്ട് വരുമ്പോ പ്രധാനപ്പെട്ടത് ലൈനിട്ടാൽ മാത്രം മതി, വെൻപ്ലാൻ ഇട്ട് കൊടുത്തിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്നാ പറഞ്ഞത് കേട്ടോ. എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി അത്ര വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തം സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ദൈവങ്ങളെ, ഞാൻ ആ രക്തത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി ജീവനമിട്ട ആ രക്തത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഏത് രോഗമായിരുന്നാലും ശരി, ഏത് രോഗബന്ധനമായിരുന്നാലും ശരി, കുഞ്ഞെ നിന്റെ രോഗമുള്ള ഭാഗത്ത് നിന്റെ വലതുകരത്തെ വെച്ചാട്ടെ പ്രാർത്ഥിക്ക്. യേശുവിന്റെ രക്തം പറഞ്ഞ് നീ പ്രാർത്ഥിച്ചു തുടങ്ങ, നിന്റെ രോഗത്തിന് സൗഖ്യമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി രേഖ എഴുതി വെച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവ പൈതലെ നമ്മുടെ അവകാശത്തെ കർത്താവിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കണം. ഇത് അന്ത്യകാലമാണ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലില് ഒരു യേശുവിന്റെ വരവിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഒരു സഹോദരൻ ഒരു കമന്റ് ഇട്ടെന്ന് ഞാൻ കണ്ടു. ഞാനിത് കുറെ നാളായി കേൾക്കുന്നതാണ്, കർത്താവ് വരുന്നു എന്ന് പറഞ്ഞ് കുറെ നാളായി കേൾക്കുന്നതാണ്. ഞാനതിന് മറുപടി പറയാൻ പോയില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെയൊക്കെ കർത്താവ് തൊടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രശ്നത്തിനും ഒരു രോഗത്തിനും നമ്മെ തോൽപ്പിക്കാൻ കഴിയത്തില്ല പ്രിയരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, നമുക്ക് പോരാട്ടമുള്ളത് അത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രയെന്ന വചനം വ്യക്തമാക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ആ അധികാരത്തെ പ്രാപിച്ചെടുക്കുന്ന, അതായത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ഈ നാളുകളായി പ്രാർത്ഥനയിൽ നാം മുന്നേറണം. കർത്താവ് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ആ ബിൽപത്രം നമുക്ക് പ്രാപിച്ചെടുക്കണം, വാങ്ങണം. കർത്താവിൽ നിന്ന് അത് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ശത്രുവായി അവൻ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നെ മുൻപോട്ട് വിടുകയില്ല എന്ന് അവൻ വലിയ ഭയങ്കരമായി ശക്തമായി അവൻ ഓരോ തന്ത്രങ്ങൾ കൊണ്ടുവരികയാണ്, വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിന്നെ ഞാൻ തട്ടിക്കളയും, നിന്നെ മുമ്പോട്ട് വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആമേൻ. ഹല്ലേലൂയ. നിനക്ക് പ്രാർത്ഥന എന്ന നീ കവചം ധരിച്ചിട്ടുണ്ടോ? ഒരു ശത്രു നിന്നെ ഒന്നും ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ശത്രുവിനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ, ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ, പോരാടി ഹല്ലേലൂയ പ്രാർത്ഥനയിൽ നാം ഹല്ലേലൂയ മുന്നേറുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നാം ജയിക്കും, നാം ജയം കൊള്ളുന്നവരായി മാറും. ഹല്ലേലൂയ. ആകയാൽ ഇന്നലകളെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഡേ ടു ഡേ ലൈഫിൽ എന്താണ് കർത്താവ് നമ്മളോട് എന്താണ് പറയാൻ പോകുന്നത്, നാം എന്താണ് ചെയ്യേണ്ടത്, അത് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഈ നാളുകളായി കർത്താവിന്റെ വരവിനായി നമുക്ക് ഹല്ലേലൂയ കാത്തിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ അഭിഷേകത്തിൽ നാം മുന്നേറുമ്പോൾ ജയം കൈവരിക്കാൻ തന്നെ ചെയ്യും. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കുന്ന, എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന, പലപ്പോഴും എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്.
ഞാൻ ആ വിഷയം എടുക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ യൂട്യൂബിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ഇവിടെയുള്ള ഒരു സഭാപാസ്റ്ററുണ്ട്, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് മുട്ടല, എന്നോട് ഭയങ്കര പ്രശ്നം അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അവരുടെ സഭയെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ള ഒരു ഫീലാണ്. കാരണം എന്താണെന്നറിയാമോ, 2026 കഴിയാൻ പോകുക, ഏകദേശമൊക്കെ ആയി തുടങ്ങി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജനുവരി മാസം മുതൽ ഇന്ന് വരെ യേശുവിന്റെ വരവിനെ കുറിച്ചോ, യേശു ഒരുക്കാൻ പഠിക്കുന്ന രാജ്യത്തെ കുറിച്ചോ, യേശുവിന്റെ രക്തത്തെ കുറിച്ചോ, കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ചോ ജനങ്ങളെ ഉത്സാഹപ്പെടുത്തുവാൻ ഈ സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് കാര്യം. എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. എന്ന് പോയാലും എപ്പോ ചെന്നാലും എല്ലാ ഞായറാഴ്ചയും അബ്രഹാമിന്റെ അനുഗ്രഹം മാത്രം പ്രസംഗിക്കുന്ന എത്ര സഭകൾ, അവർക്ക് അനുഗ്രഹം മാത്രം മതി. അപ്പൊ ഇത് കാണുമ്പോൾ എന്റെ മനസ്സിന് വല്ലാത്ത വിഷമമാണ്. കാരണം കേരളീയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന കാരണം അനേക ദൈവദാസന്മാരാൽ അവർക്ക് മെസ്സേജുകൾ കിട്ടുന്നു. ഹല്ലേലൂയ. ഓരോ ആഴ്ചയിലും അവർ കർത്താവിനോട് അടുത്തുകൊണ്ടിരിക്കുക, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതിൽ നമ്മുടെ കേരളത്തിലുള്ളവർ ഭാഗ്യം ചെയ്തവരാണ്. പ്രൈസലോ. എന്നാൽ തിരുവചന സത്യം എന്താണെന്ന് വിളിച്ചു പറയാത്ത എത്രയോ സഭകളുണ്ട്. ഇതൊക്കെ പാടുമ്പോൾ സങ്കടം തോന്നുന്നു, ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. ഹല്ലേലൂയ. യേശു ഒരുക്കുന്ന ആ രാജ്യത്തിലേക്ക് പോകണ്ടേ പ്രിയരെ? കണ്ണീരില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, മുറവിളിയില്ലാത്ത, സഭക്കോട്ടയോ ഒന്നുമില്ലാത്ത ആ രാജ്യത്തിലേക്ക് പോകണ്ടേ എന്റെ സഹോദരങ്ങളെ? അതിനുവേണ്ടി അല്ലേ നമുക്ക് ഈ പണിപ്പെടുന്നത്, ഈ കഷ്ടപ്പെടുന്നത്, ഈ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഇപ്പോൾ ഈ ഓൺലൈൻ മാധ്യമത്തിലുള്ളവരോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് സമീപമായിരിക്കും. നമ്മൾ മറ്റുള്ളവരോട്, ലോകത്തോട് വിളിച്ചു പറയേണ്ടതാ, ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് സൂൺ. യേശു വരാൻ പോകുകയാണ്. ഇതാ വിളിച്ചു പറയേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നതിൽ ലജ്ജയുണ്ടാവരുത്. പറയണം, എല്ലാവരോടും പറയണം, സുവിശേഷം പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുവിശേഷം പറയണം പ്രിയ ദൈവമക്കളെ. കർത്താവിന്റെ രാജ്യത്തെ കുറിച്ച് പറയണം, നീതിയെ കുറിച്ച് പറയണം, കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. യേശു വരാൻ പോകുന്നു, വിളിച്ചു പറയണം. ഇതാണ് സുവിശേഷം. ഇത് പറയാത്ത എന്ത് സുവിശേഷമാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഒരു ലോകത്തിന് പ്രതിസന്ധിക്കോ നമ്മളെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന എന്ന കോട്ട മതിൽ, നമ്മൾക്ക് ആ മതിലിനകത്താണെങ്കിൽ നിശ്ചയമായും നമ്മൾ സേഫ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം, അധികാരപത്രം നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം വിജയം നമ്മുടെ ഭാഗത്താണ്. പ്രൈസ് ദി ലോർഡ്. നാം ഒരിക്കലും ഒരു തോറ്റുപോയ അപ്പന്റെ മക്കളല്ല ഇരിക്കുന്ന ഇടത്ത്. ഹല്ലേലൂയ. ഒന്ന് കരം കൊടുത്ത് പറഞ്ഞ സഹോദരി, ഹല്ലേലൂയ, നമ്മുടെ അപ്പൻ തോറ്റുപോയ അപ്പനല്ല. ഹല്ലേലൂയ. കാൽവരിയുടെ ഉന്നതങ്ങളിൽ കൈകാലുകളെ വിരിച്ചവൻ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ്, മൂന്നാം നാൾ പാതാളത്തെ, മരണത്തെ, എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവ് ജയിച്ചു വന്ന കർത്താവ്, ജയം കൊണ്ടവന് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആ അപ്പന്റെ മക്കളല്ലേ നിങ്ങൾ ഞാനും ഒക്കെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ജയിച്ച അപ്പന്റെ മക്കളാണ്. നമുക്കറിയാം, യാക്കോബ് സകല സമ്പത്തും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാ അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ തന്റെ സഹോദരന്റെ മരണഭീഷണി, അവരുടെ യേശാവിന്റെ മരണഭീഷണി വന്നപ്പോ തന്നെ വല്ലാതെ അലട്ടിക്കളഞ്ഞൊരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് വേണം പറയുവാനായിട്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, യാക്കോബ് കടവിൽ വെച്ച് മുഴങ്കാൽ പണിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. എന്നാൽ താൻ ദൈവത്തോട് നിലവിളിച്ചൊരു കാര്യമുണ്ട്, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇവിടെ വിട്ടു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, രോഗങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി മറിഞ്ഞു വരും.
ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരും പ്രിയരെ. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ഹല്ലേലൂയ മുട്ടിന്മേൽ നിന്ന് നിലവിളിക്കണം, കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ചല്ലാതെ, അങ്ങനോട് സംസാരിച്ചല്ലാതെ, എന്റെ പ്രശ്നത്തിന് അങ്ങ് വിടുതൽ തന്നല്ലാതെ ഞാനിവിടെ വിട്ടു പോകത്തില്ല. എത്ര പേർക്ക് ഇന്ന് ഈ വചനത്തിന് മുൻപിൽ ഒന്ന് താണിരിക്കുവാൻ, ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സൊരുക്കമുണ്ട്? ഹല്ലേലൂയ. ദൈവജനമേ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദിനമായി മാറും. ഹല്ലേലൂയ. പ്രിയരെ, നിന്നെ തകർത്തു കളയുവാൻ പിശാച് പദ്ധതിയിട്ടേക്കാം. ഹല്ലേലൂയ. നിന്നെ പരാജയപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്നേ. ഹല്ലേലൂയ. അവൻ ഏത് തന്ത്രം കൊണ്ടെന്നാലും ശരി, എന്ത് പ്രതികൂലാവസ്ഥയെ കൊണ്ടുവന്നാലും ശരി, പക്ഷേ നീ അവരുടെ മുൻപിൽ നീ ജയിച്ചവനായി കാണപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ശാപത്തെ തകർത്ത്, നമ്മുടെ രോഗത്തെ ക്രൂശിന്മേൽ വഹിച്ച, നമ്മുടെ അകൃത്യങ്ങളെ, നമ്മുടെ അക്രമങ്ങളെ ചുമന്നൊഴിഞ്ഞ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ആ അധികാരപത്രത്തെ നമുക്കായി കൈമാറി തന്നവൻ. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. നമുക്കൊരു വലിയ അവകാശത്തെ നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുക. ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്താട്ട് ദൈവമക്കളെ, വിശ്വസിക്കുന്നവർക്ക് വിടുതൽ നിശ്ചയമാണ്. ചില വിടുതലുകളെ പ്രാപിച്ചെടുക്കുവാൻ ഒരുക്കമുള്ള ഒരു തലമുറ ദൈവരാജ്യത്തിന് വേണ്ടി വേണം. ആകിയാൽ ഈ നാളുകളായി നമുക്ക് പ്രാർത്ഥനയിൽ ശക്തിപ്പെടാം. പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് എത്ര പേർ തയ്യാറാകുന്നു? എത്ര പേർക്ക് സമർപ്പണമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനോട് പറയുവാൻ കഴിയുമോ? യേശുവേ, ഹല്ലേലൂയ, എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു വിടുതൽ തരണമേ, എന്റെ കണ്ണുനീരെ തുടച്ചു നീക്കണമേ എന്ന് നിലവിളിച്ചാട്ടെ കർത്താവിനോട് പറഞ്ഞാൽ നിശ്ചയമായി കർത്താവ് അതിന് മറുപടി തരും. യേശുവേ, എന്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന, എന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ആ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ പുറത്തെടുക്കുവാൻ കഴിയുന്ന ഒരു അധികാരം എനിക്ക് വേണം. ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും വിടുതൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവിനോട് ചോദിക്കേണ്ടത്. ആ അവകാശം നമുക്ക് വേണം. അല്ലെങ്കിൽ കർത്താവിനോട് ചോദിക്കണപ്പാ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, ആ വ്യക്തിക്ക് വിടുതൽ ഉണ്ടാകണം. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും വിടുതൽ ഉണ്ടാകണം, അത്ഭുതം നടക്കണം, അതിശയങ്ങൾ ഉണ്ടാകണം. ഹല്ലേലൂയ. വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയാകണമേ എന്ന് ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോകുകയാണ്. പിശാചിന്റെ പ്രവൃത്തികളെ കർത്താവ് ക്രൂശിൽ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് കാൽവരി മരണത്തിലൂടെ തന്നെ കർത്താവ് പിശാചിന്റെ സകല തന്ത്രങ്ങളെ വിധിച്ചു കളയുവാൻ ഇടയായി തീർന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആകയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ, അഭിഷേകത്തിൽ, പ്രത്യാശയിൽ നാം വളരുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ നമുക്കൊരു പാട്ടുപാടി നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവമായി കർത്താവിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും, ഏത് വലിയ രോഗമായിരുന്നാലും ശരി, എന്റെ യേശുവിന്റെ രക്തം എന്മേൽ തളിക്കപ്പെട്ടതിനാൽ, എന്മേൽ മുദ്രയിട്ടതിനാൽ, ഹല്ലേലൂയ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവകാശം എനിക്ക് തന്ന് ഞാനത് പ്രാപിച്ചിരിക്കുന്നതിനാൽ നിശ്ചയമായും ജയം എന്റെ പക്കമാണ്. ഹല്ലേലൂയ. പിശാച് തോറ്റു പോകുമെന്ന ഹല്ലേലൂയ വിശ്വാസത്തോടു കൂടെ ഉറക്കെ പ്രഖ്യാപിക്കുക. ഉറക്കെ പറഞ്ഞാട്ടെ, കർത്താവ് നമ്മുടെ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു പഴയ പാട്ട് പാടി, ഒന്ന് രണ്ട് ലൈൻ പാടി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വര ആദിലുമെന്നെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്ത
മുറിവേറ്റ എന്നെ നിന്റെ പാണിയ ചേർത്തു അണച്ചുവല്ലോ. പാപത്ത മുറിവേറ്റ എന്നെ നിന്റെ പാണിയ ചേർത്തു അണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദേവനേ, നന്ദി എൻ യേശുരാജാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറമായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറമായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പച്ച, ഞങ്ങളിപ്പോൾ കേട്ടതായി ഈ വചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, കാൽവറി ക്രൂശിലങ്ങ് അങ്ങ് യാഗമായി തീർന്നതോടെ സകല രോഗങ്ങൾക്കും സൗഖ്യം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവേ, യേശുവിന്റെ രക്തം ഹല്ലേലൂയ സകല വിഷയങ്ങൾക്കും ഹല്ലേലൂയ പരിഹാരമാണ്. വിശ്വാസത്തോടു കൂടി ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു. അപ്പ, സമാധാനമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ പ്രത്യാശയെ ഹല്ലേലൂയ ഞങ്ങൾ വളരുവാൻ സ്വർഗം സഹായിച്ചാട്ടെ. ഇന്ന് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് വിടുതലായി മാറട്ടെ, ആശ്വാസമായി മാറട്ടെ. ഹല്ലേലൂയ സകല രോഗവും സൗഖ്യമായി മാറട്ടെ എന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനത്തിൽ ഹല്ലേലൂയ വചനം സംസാരിക്കുവാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സകലവിധ നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കും. ദൈവത്തിന്റെ ന്യായപ്രമാണം പേച്ച് വളരെയേറെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് കൃപയ്ക്കുള്ളിൽ അപ്പച്ച പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. സകല നന്മകളാൽ നിറയ്ക്കണം. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലീൻ സുരേഷ് ഈറോഡ് എന്നും റോസ്മോൾ ഈറോഡെന്നും അങ്ങനെ 2 അക്കൗണ്ട് ഉണ്ട്. രണ്ടുമേ തമിഴിലും മലയാളത്തിലും. തമിഴിൽ നമ്മുടെ ചാച്ചിയമ്മ സിസ്റ്റർ എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട നല്ല വചന ശുശ്രൂഷ ചെയ്യുന്നു. എത്ര പേർ അത് കേൾക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആമേനിട്ടെങ്കിലും ഞങ്ങളുടെ ശുശ്രൂഷയെ മാനിക്കുക. അപ്പോൾ ഞങ്ങൾക്കും മനസ്സിലാവും നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്ന്. അപ്പോൾ എല്ലാ ദിവസവും നല്ല വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ കേൾക്കുന്നു ഉണ്ട്. എൻ്റെയും മെസ്സേജുകൾ, ഷോർട്ട് മെസ്സേജും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നത് അറിയിക്കുന്നു. ശുശ്രൂഷയെ മാനിക്കുക ദൈവമക്കളെ. അതുപോലെ തന്നെ എനിക്ക് ഇന്നും വചന ശുശ്രൂഷിക്കുവാൻ അവസരം ഒരുക്കി തന്ന പ്രിയ സാജുബ്രദനോടും കുടുംബത്തോടും കൂടെ നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. പലയിടങ്ങളിലും മഴയാണ്. അപ്പോൾ തന്നെ ഇത്രയും പേരെങ്കിലും ഈ മഴയുടെ ഇത്രയും വലിയ മഴ ഉണ്ടായിട്ടും കടന്നു വന്നതിൽ ഞാൻ നിങ്ങളെല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതുവരെയും വീക്ഷിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടുള്ള നന്ദി അറിയിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, അടുത്ത ആഴ്ചയിൽ ബുധനാഴ്ച രാത്രി 9 മണിയായിരിക്കും മെസ്സേജ് എന്ന് ഞാൻ കരുതുന്നു. പ്രകൃതി നമുക്ക് അനുകൂലമെങ്കിൽ നിശ്ചയമായി മെസ്സേജ് ഉണ്ടായിരിക്കും എന്നത് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രാജാതി രാജവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക, പ്രത്യാശയിൽ വളരുക. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എൻ്റെ റോസ് ഫാമിലിയുടെ എൻ്റെ അഡ്മിന്മാർ, എൻ്റെ മെമ്പേഴ്സ്, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. സോറി കേട്ടോ, ഞാൻ മറന്നുപോയി. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.